ഗൈസ്, അപ്പൊ 100 ഗോവൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന നമ്മുടെ പുതിയൊരു ചാനലിൽ ഒരു വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ ഗോവയിൽ വന്നിട്ട് നമ്മളിപ്പോ നോർത്ത് ഗോവ, സൗത്ത് ഗോവ അല്ലാതെ 100 ഡേയ്സ് അല്ല 100 ഗോവൻ എക്സ്പീരിയൻസ് എന്നാണ് ആക്ച്വലി. അപ്പൊ അതിന്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മളിങ്ങനെ കുറെ ആലോചിച്ചു എവിടെ തൊട്ട് തുടങ്ങണം, എവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഒരുപാട് സ്ഥലം എന്റെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല, കാരണം വണ്ടിയും കാര്യങ്ങളൊക്കെ ഇന്നാണ് റെഡിയായി. പിന്നെ എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എന്താ പറയാ, കുറെ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്, ഒരുപാട്. കാരണം നോർത്ത് സൗത്തും അല്ല ഗോവ ആക്ച്വലി, പിന്നെ എല്ലാവർക്കും അറിയാന്നുള്ളതുകൊണ്ട്. അതല്ലാതെ ഗോവയുടെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല്, അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു ഫുഡിങ്, അതൊക്കെയാണ് ഞാൻ മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി പോകുന്നത് ഫസ്റ്റ് നമ്മുടെ ഗോവയിൽ തന്നെ ഓൾമോസ്റ്റ് വന്നവർക്കൊക്കെ അറിയാം, പാരാ റോഡ് എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. പറ എന്നാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പാരാ അങ്ങനെ പറഞ്ഞ് പാരാ റോഡായി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് അങ്ങോട്ട് പോവാണ്. സോ അത് കാണാത്തവർക്കായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് സ്ഥലങ്ങൾ എന്തായാലും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കഴിക്കുന്നത് വെച്ചാൽ ഗോവൻ ഫിഷ് താലി ആയിരിക്കും. ഫിഷ് താലി കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, കാരണം അത് ഒരു റവ ഫ്രൈ മിക്സ് ആയിരിക്കും. അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. എല്ലായിടത്തെയും ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു, കാരണം മാപ്പ് ഞാൻ നോക്കുന്നില്ല. മാപ്പ് നോക്കാതെ തന്നെ ചോദിച്ച് പോവോ. പാര റോഡ് ഇതൊക്കെയാണ് ശരിക്കും ഒരു സുഖമുള്ള പരിപാടി. കാരണം നമ്മൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാ പെട്ടെന്ന് ചെന്നിട്ടും എന്താ പറയാ, അതെ നമുക്കിപ്പോ ഞാൻ പറ റോഡ് പോവാൻ കാര്യം പറഞ്ഞ എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗൈസ്. അവിടെ ഈ ഒരു ഈവനിങ് ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ ആ ഒരു ടൈമിൽ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ. ഇനിയുള്ള വ്യൂസ് ഞാൻ കാണിച്ചത് നെറ്റ്വർക്ക് തോടാ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. ദിസ് ഈസ് ഹാപ്പി ബാർ. അപ്പൊ ഈ കാണുന്ന ഹാപ്പി ബാറിന്റെ പാറ റോഡ്, പാറ ഇതറ. ഓക്കെ, താങ്ക് യു. ദിസ് ഈസ് ഹാപ്പി ബാർ. ഇതല്ലേ ബാറിന്റെ ഒക്കെ പേര് വയ്ക്കുക, ഹാപ്പി ബാർ. സൈക്കിളൊക്കെ ഉണ്ടല്ലോ വണ്ടിയിൽ. മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്കിലൊക്കെ നല്ലവർക്ക് അത്യാവശ്യം എടുക്കണമെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇതാണ് നമ്മളെ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ. സൗണ്ട് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ.
കുഴപ്പമില്ല, അടിപൊളി വ്യൂ ആണ്. റോഡ് സൈഡിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടുന്ന് വരുന്നത് അത്യാവശ്യം ഈ ഡൽഹി, ബാംഗ്ലൂർ അവിടുന്നൊക്കെ വന്നവർക്ക് ഇത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, വേറെ സ്ഥലത്തൊക്കെ വരുന്നവർക്ക് ഒരുപാട് ഇതായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. വേറൊന്നല്ല, ഇവിടെ വരുന്നവർ കൂടുതൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ വരും. എല്ലാവരും ഫോട്ടോസ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു പാർക്ക് മോഡൽ സാധനമുണ്ട്. ഇത് അവർ മാത്രമല്ല, ഇവിടുത്തെ മലയാളീസ് കാര്യങ്ങൾ എല്ലാവരും വരും, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരും. ഞാനിപ്പോ നിൽക്കുന്നത് പാരാ റോഡിലാണ്. ഗോവയിലെ തന്നെ വൺ ഓഫ് ദ പാരാ റോഡ്. എല്ലാവർക്കും അറിയാൻ പറ്റും. ചതിച്ചു ഗൈസ്, ചതിച്ചു. എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞ്. ഇപ്പൊ നേരെയുള്ള പരിപാടി അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് തന്നെ. പറഞ്ഞ ഇങ്ങനെയായാലും വെക്കല്ലേ actually. അപ്പൊ ഗൈസ് പാരാ റോഡ് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ടൈം ഒരുപാടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാ നേരെ നമുക്ക് ഇനിയിപ്പോ നേരെ നെക്സ്റ്റ് ഞാനിപ്പോ എന്താ അങ്ങോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം അന്നേരം വണ്ടി ഒന്ന് ദോശ എടുക്കാം. നമ്മളിപ്പോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവാന്ന് നോക്കും. അപ്പൊ നമ്മളൊരു 2 പേര് 3 പേരായിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെല്ലണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ എടാ അങ്ങോട്ട് വണ്ടി ഇട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ ഒന്നും ഒരാളോട് അനുവാദം ചോദിക്കരുത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരാളോട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയാ, നമ്മൾ ചോദിക്കല്ലേ, നമുക്ക് ഏതാണോ ബെറ്റർ, ലൈക്ക് ആ ഒരു ബെറ്ററിനനുസരിച്ച് നമ്മൾ പോവുക. നമുക്കിപ്പോൾ റൈറ്റിലോട്ട് പോകണമെങ്കിൽ റൈറ്റിലോട്ട് പോകണം, ലെഫ്റ്റിലോട്ട് പോകണേ ലെഫ്റ്റിലോട്ട് പോകണം. അതാ, അല്ലാതെ ഇനി ഒരാളോട് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകണോ പോവണ്ടേ ആവശ്യമില്ല, പോവാം.
ഗൈസ് ഇതാണ് ബാഗത്തൂർ ബീച്ചിന്റെ ടോപ്പിൽ നിന്നുള്ള ഇത്. ആ കാണുന്ന ഒരു ടോപ്പ് കേട്ടോ, അതാണ് ആക്ച്വലി നമ്മുടെ ചപ്പോറ എന്ന് പറയുന്ന ഫോർട്ട്. ഇവിടെ നിൽക്കുന്ന ഫോർട്ടിലെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു ഫോർട്ടാണ് ചപ്പോറ ഫോർട്ട്. ആ താഴത്ത് കാണുന്നുണ്ടല്ലേ, പക്ഷെ നമുക്ക് താഴത്തോട്ടുള്ള വ്യൂ എടുക്കാം. അവിടെ കുറെ ഗിറ്റാറിസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം താഴത്ത് നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ടു ഗൈസ്. ബാഗത്തൂർ ബീച്ചിലോട്ട് പോകുന്നതിനുള്ള മാർക്കറ്റ്. അതെ, അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.